പലായനം ആരംഭിച്ച് ഗാസ നിവാസികൾ. യുദ്ധം വീണ്ടും മൂർച്ഛിച്ചതോടെ ഗാസ മുനമ്പിൽ നിന്നും സ്വമേധയാ പലായനം ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് പുറത്തുവരികയാണ്. ദ കോർഡിനേഷൻ ഓഫ് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഇൻ ദ ടെറിട്ടോറീസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ നിന്നും പുറത്തേക്ക് പോകാനായി സന്നദ്ധത അറിയിച്ച രംഗത്ത് എത്തിയിട്ടുള്ളത്. യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്ന ഗാസയിൽ നിന്നും പുറത്തുപോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുവാദമുള്ളത് ഇവർക്കാണ്. വൈദ്യചികിത്സ ആവശ്യമുള്ളവർ, അവരുടെ കുടുംബാംഗങ്ങൾ, ഗാസയിൽ താമസിക്കുന്ന ഇരട്ട പൗരത്വമുള്ള ആളുകൾ, ഡെസ്റ്റിനേഷൻ വിസയുള്ള താമസക്കാർക്കും ഇപ്പോൾ ഗാസയ്ക്ക് പുറത്തേക്ക് സ്വയം പോകുന്നതിൽ തടസ്സമില്ല. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള കരാർ പ്രകാരം ഏതൊരു രോഗിക്കും ഒരു കുടുംബാംഗത്തോടൊപ്പം ഗാസയ്ക്ക് പുറത്തേക്ക് പോകാം. ഈ മാർച്ചിൽ ഇതുവരെ 1000 ആളുകളാണ് ഗാസ വിട്ട് പലായനം ചെയ്തത്. ഈ ആഴ്ച മറ്റൊരു 600 പേരും പുറത്തേക്ക് പോകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വോളണ്ടറി മൈഗ്രേഷൻ സ്ഥാപിക്കാനുള്ള തന്റെ പദ്ധതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. N12 കണക്കനുസരിച്ച് യുദ്ധം ആരംഭിച്ചതിനു ശേഷം 35,000-ലധികം ആളുകൾ ഗാസ വിട്ടു പോകാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഓരോ ആഴ്ചയും 200 മുതൽ 300 വരെ അപേക്ഷകളാണ് ഗാസ മുനമ്പ് വിട്ടുപോകുവാൻ ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ നിർദ്ദേശത്താൽ ആവിഷ്കരിച്ച പദ്ധതി പ്രകാരം ഗാസ വിടാൻ ആഗ്രഹിക്കുന്നവരെ സൈന്യം നിരീക്ഷിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നു. അവരെ സൈന്യം വീടുകളിൽ നിന്നും അസംബ്ലി പോയിന്റിലേക്ക് മാറ്റുന്നു. പിന്നീട് അവരെ ഗാസ അതിർത്തിയിൽ കെരേം ഷലോം ചെക്ക് പോസ്റ്റിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാക്കുന്നു. അവിടെ നിന്ന് റാഫ അതിർത്തി റാമോൻ വിമാനത്താവളം വഴി അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവരെ അയക്കുന്നു. ഇതാണ് നടപടി. അതേസമയം ഗാസ വിട്ടു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരികെ ഇവിടേക്ക് വരാൻ കഴിഞ്ഞേക്കില്ലെന്ന അറിയിപ്പും ദ കോർഡിനേഷൻ ഓഫ് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഇൻ ദ ടെറിട്ടോറീസ് ഉദ്യോഗസ്ഥർ നൽകി വരുന്നു. എന്നിരുന്നാലും പലർക്കും തങ്ങളുടെ ജീവിതം തിരികെ ലഭിക്കുകയും കുട്ടികൾക്ക് നല്ല ഭാവി ലഭിക്കുകയും ചെയ്യുന്നതിനാൽ നിരവധി ആളുകളാണ് ഗാസ വിട്ടു പോകുവാനായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.